ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് 23,989 ക്ലോസ് ചെയ്തപ്പോൾ 135 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 98 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 57,297 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 252 പോയിൻറ്റ്സ് ഉയർന്ന് 61,802 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 18,477 ക്ലോസ് ചെയ്തപ്പോൾ 77 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 13.36 സെൻസെക്സ് 544 പോയിൻറ്റ്സ് ഉയർന്ന് 76,880 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIA FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ബൈങ്ങിങ് ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്തുനിന്ന് 749 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഇന്ന് നടന്നത്. നിഫ്റ്റി ഈ ആഴ്ച 366 പോയിന്റിൻ്റെ ഉയർച്ചയുണ്ടായി 1.55% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 23,989 നിൽക്കുമ്പോൾ 8.19% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 കഴിഞ്ഞ 12 മാസം മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ജൂൺ 2025 25,517 നിന്ന നിഫ്റ്റി ഇന്ന് 23,989 നിൽക്കുമ്പോൾ 5.99% ലോസാണ് ലാസ്റ്റ് 12 മന്ത്സ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,732 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,275 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ മിക്സഡ് ആയിട്ടുള്ള പ്രതികരണമാണ് കാണാൻ സാധിച്ചത്. നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിൽ നിഫ്റ്റി ഓട്ടോ 85 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 26,891 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 39,915 ക്ലോസ് ചെയ്തപ്പോൾ 421 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 167 പോയിൻറ്റ്സ് ഉയർന്ന് 26,442 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 599 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 49,642 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 55 പോയിൻറ്റ്സ് കുറഞ്ഞ് 15,433 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്ര 56 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 9,426 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 28,568 ക്ലോസ് ചെയ്തപ്പോൾ 500 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി മീഡിയ 20 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1,506 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ നിന്ന് 12,881 ക്ലോസ് ചെയ്തപ്പോൾ 202 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 114 പോയിൻറ്റ്സ് ഉയർന്ന് 11,294 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 62 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 24,157 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി PSU ബാങ്ക് 18 പോയിൻറ്റ്സ് കുറഞ്ഞ് 8563 ക്ലോസ് ചെയ്തു. ആൻഡ് നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 18 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 818 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SCL ടെക് 3.55% റാലി നടത്തി. ടാറ്റ കൺസ്യൂമർ 2.77% റാലി നടത്തി. NTPC 2.14%, ബജാജ് ഫിൻസർവ് 2.12%, HUL 2.03%, ONGC 1.87%, ബജാജ് ഫിനാൻസ് 1.84%, TCS 1.71%, റിലയൻസ് 1.67% ആൻഡ് കോൾ ഇന്ത്യ 1.55% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡർകോ 3.11% ഫോളോ കണ്ടു. JSW സ്റ്റീൽ 1.71% ഫോളോ നടത്തി. HDFC ലൈഫ് 1.17%, അപ്പോളോ ഹോസ്പിറ്റൽ 0.92%, ഏഷ്യ മോട്ടോഴ്സ് 0.84%, ഇന്റർഗ്ലോബ് ഏവിയേഷൻ 0.83%, മാരുതി സുസുക്കി 0.83%, ഗ്രാസിം 0.76%, TMPV 0.71% ആൻഡ് അൾട്രാടെക് സിമെന്റ് 0.65% ഫോളോ കണ്ടു. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA ക്രൂഡ് ഓയിൽ ഇൻവെന്ററി ഡേറ്റ വരുന്നുണ്ട് 17 ജൂണിന്. ഇതാണ് ഇന്നത്തെ പ്രധാന ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.